എല്ലാവർക്കും മാംസങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനയ്ക്ക കൊണ്ടൊരു സൈഡ് ഡിഷാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വഴുതനങ്ങ സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടെ സൈഡിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ആദ്യം ഒന്ന് വഴുതന എടുത്തിട്ട് നാലാക്കി മുറിച്ചിടാം. നമുക്ക് നാലാക്കിയോ ആറാക്കിയോ ഒക്കെ മുറിക്കാം, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാട്ടോ. ഞാൻ ഇപ്പോൾ നാലാക്കണമോ നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാതിരിക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവും. തരി മഞ്ഞൾപ്പൊടി കുറച്ച്, ഒരു പിഞ്ച്. ഇനി ഇതൊന്ന് നല്ലോണം വേവിക്കേണ്ട. ഒന്ന് തിളച്ചതിന് ശേഷം ഇതും നമുക്ക് കോരിയെടുക്കാം കേട്ടോ. സൈഡ് ഡിഷിനാണ്. ഞാൻ വഴുതനയിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു സവാള, 3 പച്ചമുളക്, ചെറിയ പച്ചമുളക് കേട്ടോ, പിന്നെ ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലി, 2 ചെറിയ ചുവന്നമുളക്, പിന്നെ ക്രാമ്പ് സ്വല്പം, ഒരു 5 ഉണ്ടാവും, പിന്നെ ഒരു പിഞ്ച് ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് വലിയ ജീരകം, 1/4 ടീസ്പൂണ് ചെറിയ ജീരകപ്പൊടി, വലിയ ജീരകപ്പൊടി 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു മുട്ട, പിന്നെ ഇത് കൊത്തമ്പരി, പുതിന, കറിവേപ്പിലയൊക്കെ കൂടി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നമുക്കിത് വഴുതനങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആറാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം. മുട്ടയിൽ മുക്കിയിട്ട് ഓയിൽ ഒഴിക്കണേ. നമ്മുടെ വഴുതനങ്ങ വെന്ത് ചൂടാറിയുണ്ട്. നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടാ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടാവും. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലത്. ഇത് മറിച്ചിടാട്ടാ. ഇപ്പൊ വഴുതനയും മുട്ടയും കൂടി നല്ല വറവായി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാട്ടാ.
നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് മുളക്, ജീരകമൊക്കെ ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി, പച്ചമുളക്, കുറവായതിനു ശേഷം നമുക്ക് സവാള ഇട്ടു. അല്പം കൊത്തമ്പരി, കറിവേപ്പില, സവാള ഇട്ടു. ഇനി ഇതൊന്ന് നല്ലോണം വഴന്നേരട്ടെ, വഴറ്റിയെടുക്കും. സവാള നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കും. ഉപ്പ് വഴുതനങ്ങയിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി, നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ മുട്ട ഇതുണ്ടല്ലോ, വഴുതനങ്ങ മുട്ടയും കൂടെയല്ലോ, നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല. ഇനി വഴുതനങ്ങയൊക്കെ ചെറിയ പീസാക്കണമെങ്കിൽ ആക്കാട്ടാ നിങ്ങൾക്ക്. ഞാനിവിടെ വലിയ പീസ് തന്നെ എടുക്കുന്നു മാത്രം. ഈ മസാല ഒന്ന് ഇതിൽ നല്ലോണം പിടിച്ചാൽ. ഈ തക്കാളി ചേർക്കേണ്ടവർക്ക് തക്കാളി ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല എന്ന് മാത്രം. പക്ഷെ ഇങ്ങനെ കഴിക്കാൻ വേറൊരു ടേസ്റ്റാണ്. തക്കാളി ആകുമ്പോൾ കുറച്ചും കൂടി ചാറ് പോലെ, ഇത് മസാല പോലെ നമുക്ക് എടുക്കും. അടിപൊളിയാണ്, ഉണ്ടാക്കി കഴിക്കണം എല്ലാവരും. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാട്ടാ. എൻ്റെ മക്കൾക്ക് വഴുതനങ്ങ തീരെ ഇഷ്ടമില്ല. വഴുതനങ്ങ പച്ചമാങ്ങ കറിയിലിടണതൊന്നും ഇഷ്ടമില്ല. അപ്പൊ അവരെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങാണ്. ഇങ്ങനെയാകുമ്പോ നല്ലോണം നിന്നോളൂ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇതെന്ത് വലിച്ചു വാരി തിന്നോളൂ. നമുക്ക് സ്വല്പം കറിവേപ്പിലയും കൊത്തമല്ലി ചപ്പൊക്കെ സവാളയും കൂടി ഇട്ടിട്ട് അടിപൊളി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത് കേട്ടോ.